നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 10 അതിവിശേഷമായ പൗർണമിയാണ്. വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന പൗർണമി ആയതുകൊണ്ട് തന്നെ ഗുരുപൂർണിമ എന്നാണ് ഈ പൗർണമിയെ വിളിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ നിറവേറി കിട്ടുവാനും പൗർണമി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന 2 പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പരിഹാരം ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യാഴാഴ്ചയോട് ചേർന്ന് പൗർണമി വരുന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ഈ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും 100% ഫലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഇതിലും നല്ലൊരു അവസരമില്ല എന്ന് തന്നെ പറയാം. ഇനി ഈ ഒരു പരിഹാരം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ ഗുരുഹോരയിലാണ് ഈ പരിഹാരം ചെയ്യേണ്ടത്. വ്യാഴാഴ്ച രാവിലെ 6:08 മുതൽ 7:14 വരെയും ഉച്ചയ്ക്ക് 1:50 മുതൽ 3 മണി വരെയും രാത്രിയിൽ 9:08 മുതൽ 10:02 വരെയുമാണ് ഗുരുഹോര വരുന്നത്. ഈ 3 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു നേരത്ത് ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർ ഗൂഗിളിൽ ഡേറ്റും നിങ്ങളുടെ സിറ്റിയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ഗുരുഹോര ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു സമയത്ത് ഈ വഴിപാട് ചെയ്യുക. ഇനി ഗുരുപൂർണിമ ദിവസം മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മറ്റുള്ള ദിവസങ്ങളിൽ ഈ പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലം അല്ലെങ്കിൽ 10 മടങ്ങ് ഫലം ഈ പൗർണമി ദിവസം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എന്നാൽ ഇത് പൂർണ്ണ വിശ്വാസത്തോടും ക്ഷമയോടും മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. വ്യാഴാഴ്ചയും പൗർണമിയും കൂടാതെ ഗുരുഹോരയും കൂടിച്ചേരുന്ന ആ ഒരു സമയത്ത് ഈ പരിഹാരം ചെയ്യുമ്പോൾ അതിന് 100% റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പണം സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും ആർക്കെങ്കിലും പണം കടമായി കൊടുത്തിട്ട് ഇതുവരെയും അത് തിരികെ കിട്ടിയില്ല എങ്കിൽ അങ്ങനെ കടം കൊടുത്ത പണം തിരികെ കിട്ടുവാനും നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാനും ഒരു വ്യക്തിയോട് കടമായി പണം ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. പല കാരണങ്ങളാൽ നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവുക. അങ്ങനെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറി കയ്യിൽ നിങ്ങൾ ആഗ്രഹിച്ച പണം വന്നു ചേരുവാൻ പൗർണമി ദിവസം എങ്ങനെയാണ് ഈ പരിഹാരം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പരിഹാരം ചെയ്യുവാൻ 2 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്നാമതായി ഒരു ചെക്ക്, രണ്ടാമത് ഒരു നെയ്ദീപം. പരിഹാരം ചെയ്യുന്നതിന് നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള ഒരു ചെക്ക് എടുക്കുക. ചെക്കിൽ പേരെഴുതുന്ന ഒരു ഭാഗത്ത് നിങ്ങളുടെ സ്വന്തം പേരെഴുതുക. അടുത്തതായി നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യമുള്ളത് ആ ഒരു തുക അക്കത്തിലും അക്ഷരത്തിലും എഴുതുക. ഇനി എഴുതുമ്പോൾ പരീക്ഷണാർത്ഥം ഒരുപാട് തുക എഴുതരുത്. നിങ്ങളുടെ ആവശ്യത്തിന് എത്ര രൂപയാണോ വേണ്ടത് അതിനുള്ള ഒരു ന്യായമായ തുക എഴുതുക. അതായത് നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന തുകയായിരിക്കണം. ഇനി ഒപ്പിടേണ്ട ആ ഒരു സ്ഥാനത്ത് നിങ്ങളുടെ സ്വന്തം ഒപ്പ് രേഖപ്പെടുത്തരുത്. പകരം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈശ്വരൻ ആരാണോ ആ ഈശ്വരൻ്റെ പേരെഴുതാവുന്നതാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് എഴുതാവുന്നതാണ്. ഇനി ഗുരുപൂർണിമ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ പേരും എഴുതാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ആ ചെക്ക് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ അതിൽ എത്ര തുകയാണോ എഴുതിയത് ആ തുക നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ആ പണം കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ഉണ്ടാകുന്നത് ആ ഒരു ഫീൽ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ആ ഒരു സന്തോഷം നിങ്ങൾ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് ആ ദീപത്തിന് മുന്നിലിരുന്ന് വേണം ചെക്കിൽ എഴുതേണ്ടത്. എഴുതിയതിന് ശേഷം ആ ചെക്ക് ആ ദീപത്തിന് മുന്നിൽ വെക്കുക. പിന്നീട് നിങ്ങൾ ആ ദീപത്തിന് സമീപം ഇരുന്ന് ഇനി പറയുന്ന മന്ത്രം 21 തവണ ചൊല്ലുക. ഓം ഗ്രാം ക്രീം ക്രോം സഹ ഗുരവേ നമഃ. ഇനി 108 തവണ ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് 108 തവണ ഭക്തിയോടുകൂടി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം
ഈ ചെക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള മറ്റേതെങ്കിലും സ്ഥലത്തോ വെക്കാവുന്നതാണ്. ഇനി പൂജാമുറി ഇല്ല എങ്കിൽ അലമാരയുടെ ഡ്രോയറിലും വെക്കാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ആർക്കെല്ലാം ചെയ്യാമെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. കൂടാതെ വീട്ടമ്മമാർക്ക് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ വരുമാനമുള്ള മക്കൾക്ക് വേണ്ടിയോ വെവ്വേറെ ചെക്കുകളിൽ ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ചെക്കിൽ എഴുതിയ തുക നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പൗർണമിയിൽ ഈ ചെക്കെടുത്ത് ചെറിയ കഷ്ണങ്ങളായി കീറി ഇത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ്. അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടാവുന്നതുമാണ്. വീണ്ടും പുതിയൊരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ തന്നെ പുതിയ ചെക്ക് എഴുതി വെക്കാവുന്നതാണ്. ഇനി പണം സംബന്ധമല്ലാത്ത നിങ്ങളുടെ മറ്റേത് ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയും ജൂലൈ 10-ാം തീയതി വ്യാഴാഴ്ച ഗുരു പൂർണിമ ദിവസം ചെയ്യേണ്ട രണ്ടാമത്തെ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പരിഹാരവും ജൂലൈ 10-ാം തീയതി വ്യാഴാഴ്ച ഗുരുഹോരയിലാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി യെല്ലോ മസ്റ്റാർഡാണ് ആവശ്യമുള്ളത്. പരിഹാരത്തിനായി ഒരു പിടി കടുകെടുത്ത് നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ വെച്ച് മുറുകെ പിടിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഏതെല്ലാം ആഗ്രഹങ്ങളാണോ സാധിക്കാനുള്ളത് ആ ആഗ്രഹങ്ങൾ മനസ്സിൽ പറയുക. പരമാവധി 5 ആഗ്രഹങ്ങൾ വരെ പറയാവുന്നതാണ്. ഈ ആഗ്രഹങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണെന്ന മട്ടിൽ പറയുക. അതായത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ആ 5 ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ചു വേണം മനസ്സിൽ പറയുവാൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ച് ആ ഒരു ഫീൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീടിന് പുറത്തു പോയി നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള ആ കടുക് ഏതെങ്കിലും മരച്ചുവട്ടിലോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിലും ഈ കടുക് ഇടാവുന്നതാണ്. ഇങ്ങനെ കടുക് കളഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരിക. ഈ 2 പരിഹാരങ്ങളും വളരെ ശക്തിയുള്ളതും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമാണ്. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 2 പരിഹാരങ്ങളും വ്യാഴാഴ്ച ഗുരു പൂർണിമ ദിവസം പൂർണ്ണ വിശ്വാസത്തോടെയും ക്ഷമയോടെയും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ. ഉറപ്പായും 100% അതിന് ഫലമുണ്ടാകുന്നതാണ്. ആദ്യത്തെ ചെക്ക് ഉപയോഗിച്ചുള്ള ആ ഒരു പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറി കിട്ടുന്നതാണ്. പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പ്രയത്നത്തിൽ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിൽ യാതൊരു കുറവും വരുത്തരുത്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ കിട്ടാനുള്ള പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. മാത്രമല്ല ശമ്പള വർധനവ് അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. ഇനി പ്രതിമാസം ആഗ്രഹിക്കുന്ന ഒരു നിശ്ചിത തുക വരുമാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ അപ്രതീക്ഷിതമായി നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പരിഹാരമായ യെല്ലോ മസ്റ്റാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമല്ലാത്ത നിങ്ങളുടെ 5 ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതാണ്. അതുകൊണ്ട് ജൂലൈ 10-ാം തീയതി വരുന്ന അതിശക്തിയാർന്ന ഈ ഗുരു പൂർണിമ ദിവസം ആരും തന്നെ പാഴാക്കരുത്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഈ ഒരു ദിവസം നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ. ഉറപ്പായും അതിന് ഫലമുണ്ടാകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.